ഹലോ മക്കളെ, സംഭവം ശരിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സിലബസ് ആണ്. ആ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ പാറ്റേൺ പഠിക്കാതെ പോയാൽ പണി കിട്ടും. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ഇതുപോലത്തെ ധാരാളം ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. നോക്കിക്കോ, നമ്മുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമഗ്ര നമുക്ക് തന്നെ നൽകിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ പാറ്റേൺ ഉണ്ട്. നമുക്ക് 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. 25ഓളം സ്കോറാണ് ഓൾമോസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പോം തരും, കവിത തരും. കവിത തന്നിട്ട് അതിൽ മെയിൻ ആയിട്ടുള്ള 2-3 സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ അതിൻ്റെ റൈം സ്കീം, അലിട്രേഷൻ തുടങ്ങിയ പോയറ്റിക് ഡിവൈസ് നിങ്ങളോട് എഴുതാൻ പറയും. കൂടാതെ നമ്മളോട് ഡയറി എഴുതാൻ പറയും. ഗൈസ്, ഡയറി ഇവിടെ ഡയറി ടോട്ടോ ചാൻ്റെ ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്, ന്യൂസ് പേപ്പറിൽ കൊടുക്കാൻ പറ്റിയ അഡ്വർടൈസ്മെന്റ് നമ്മളോട് സെറ്റാക്കാൻ പറയും. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കും. എന്നിട്ട് ഇത് നമ്മളൊരു പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, ഒരു എഡിറ്റിംഗ്. എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്നത് തന്നെയാണെങ്കിലും കുറച്ചുകൂടി ടഫ് ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു എഡിറ്റിംഗ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ. അപ്പോൾ സെറ്റ് ആയിരിക്കണം. ഗ്രാമറിൽ നിന്ന് എഡിറ്റിംഗ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, ഹെലൻ കെല്ലറിൻ്റെതായാലും അതുപോലെ തന്നെ രഞ്ജിയുടേതായാലും ടോട്ടോ ചാൻ്റെതായാലും ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും വെച്ച് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ട് നമ്മളോട് നമ്മുടെ ഒരു ലീനയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ആ ഒരു വഴി നമ്മളോട് ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ആൻസർ എഴുതുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു മെഗാ മാരത്തൺ വെക്കുന്നുണ്ട് കൃത്യം 7 മണിക്ക് രാത്രി. സോ മിസ് ചെയ്യരുത്, എല്ലാവരും വരിക, സെറ്റാക്കുക. ഇതിൻ്റെ എല്ലാത്തിനെയും ആൻസർ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ മെഗാ മാരത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്താക്കണം, ഫുൾ കംപ്ലീറ്റ് പഠിക്കാൻ പോവുകയാണ്. സോ ഈ പാറ്റേൺ മനസ്സിലില്ലാതെ നിങ്ങൾ വെറുതെ എക്സാമിന് എഴുതി പോയാൽ പണി കിട്ടും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തോ. യെസ്, നമുക്ക് സെറ്റാക്കാം. ഈ മെഗാ മാരത്തോൺ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫ്രീ നോട്ട്സ് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ലൈവായിട്ട് വീണ്ടും കാണാം, ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, വീഡിയോ യൂസ്ഫുൾ ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ഇറ്റ്സ് ബൈ. താങ്ക് യു.